ലൂക്ക മോഡ്രിച്ച് എന്ന ഫുട്ബോൾ മാന്ത്രികൻ തന്റെ കരിയറിലെ മറ്റൊരു സുവർണ സിംഹാസനത്തിൽ കൂടി ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞു. പനാമയ്ക്കെതിരായ ലോകകപ്പ് പോരാട്ടത്തിൽ ക്രൊയേഷ്യൻ ജേഴ്സിയിൽ അദ്ദേഹം തന്റെ 200ാം അന്താരാഷ്ട്ര മത്സരം പൂർത്തിയാക്കി. ഇതോടെ ഫുട്ബോൾ ചരിത്രത്തിന്റെ താളുകളിൽ 200 മത്സരങ്ങൾ എന്ന ഹിമാലയൻ റെക്കോർഡ് ഭേദിച്ച അപൂർവ പ്രതിഭകളുടെ ഗണത്തിലേക്ക് ഈ നായകൻ തന്റെ പേരും ചേർത്തുവെച്ചു. ക്രൊയേഷ്യൻ ഫുട്ബോളിന്റെ വർത്തമാനകാല ചരിത്രമെന്നാൽ അത് മോഡ്രിച്ച് തന്നെയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ആ ടീമിന്റെ ഹൃദയമിടിപ്പായി മാറിയ മോഡ്രിച്ച് 40ാമത്തെ വയസ്സിന്റെ നിറവിലും പച്ചപ്പുല്ലിൽ വിസ്മയങ്ങൾ തീർക്കുന്നുണ്ട്. പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച് ഇന്നും ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മധ്യനിര ജനറലായി അദ്ദേഹം കളം നിറഞ്ഞു കളിക്കുന്നുമുണ്ട്. മോഡ്രിച്ചിന്റെ കരിയറിലെ ഏറ്റവും സുന്ദരമായ അധ്യായം എഴുതപ്പെട്ടത് 2018 ഫിഫ ലോകകപ്പിലായിരുന്നു. ഒരു ചെറു രാജ്യത്തെ ഫുട്ബോൾ ഭൂപടത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി ലോകകപ്പ് ഫൈനലിലേക്ക് നയിച്ച ആ നായക കരുത്ത് ഫുട്ബോൾ ലോകം ആദരവോടെയാണ് അന്ന് കണ്ടത്. ഫൈനലിൽ ഫ്രാൻസിനോട് കീഴടങ്ങേണ്ടി വന്നുവെങ്കിലും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. മെസ്സിയും റൊണാൾഡോയും മാറി മാറി ഭരിച്ച ബാലൻഡിയോർ സിംഹാസനത്തിലേക്ക് അതേ വർഷം ലൂക്ക മോഡ്രിച്ച് നടന്നു കയറിയപ്പോൾ അത് ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായി മാറി. 2022 ലോകകപ്പിലും ആ മാന്ത്രിക സ്പർശം ക്രൊയേഷ്യയെ സെമി ഫൈനൽ വരെ എത്തിച്ചിരുന്നു. ഒടുവിൽ ചാമ്പ്യന്മാരായ അർജന്റീനയോടായിരുന്നു ആ പോരാട്ടം അവസാനിച്ചത്. ഇപ്പോൾ 2026 ലോകകപ്പിലും ക്രൊയേഷ്യൻ പടയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ നായകൻ തന്നെയുണ്ട്. പനാമയ്ക്കെതിരായ ജയത്തോടെ ടീമിന്റെ പ്രീ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചവരുടെ പട്ടികയിൽ 229 മത്സരങ്ങളുമായി പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഒന്നാമത്. 202 മത്സരങ്ങളുമായി കുവൈത്തിന്റെ ബദർ അൽ മുത്താവ രണ്ടാമതും 201 മത്സരങ്ങളുമായി അർജന്റീനയുടെ ലയണൽ മെസ്സി മൂന്നാമതുമുണ്ട്. ഈ ഇതിഹാസങ്ങൾക്കൊപ്പം 200 മത്സരമെന്ന നാഴികക്കല്ല് പിന്നിടുന്ന 4ാമത്തെ താരമാണ് ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ ഫുട്ബോളിന്റെ സുവർണകാലം സ്വന്തം കൈകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഈ നായകന്റെ പുതിയ നേട്ടം ആ രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമായി എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും.